നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൃതജ്ഞതയെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വിദ്യാഭ്യാസത്തിൽ, എഡ്യൂക്കേഷനിൽ കൃതജ്ഞതയുടെ പ്രാധാന്യം. കൃതജ്ഞത, നന്ദികേടാണ് ഏറ്റവും വലിയ പാപം എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. ഒരേ ഒരു പാപമേ ഉള്ളൂ, നന്ദികേട്. നമ്മൾക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്. നമ്മളൊന്നും എവിടെ നിന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ ജനിച്ച പാടെ നമുക്ക് ഒരു ശരീരമുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ഭക്ഷണം കഴിച്ചാൽ ദഹിക്കും, ശ്വസിച്ചാൽ ഓക്സിജൻ എടുക്കും, നമ്മളെ നോക്കാൻ ഫാമിലി ഉണ്ട്, പ്രകൃതി ഉണ്ട്, എല്ലാ വിഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കണ്ട. നമ്മൾ ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് നമ്മൾ പലതും ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ കണ്ടെത്തുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ശരിക്കും നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാം ലഭിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി നമുക്കൊരു ജീവനുണ്ട്. ആ ജീവനുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ജീവനാണ് നമുക്ക് അറിവ് നൽകുന്നത്. ജീവൻ്റെ ഫോഴ്സ്, ശക്തി, ആത്മാവ് എന്ന് വിളിക്കും, ലൈഫ് ഫോഴ്സ്. അതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇപ്പോൾ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ വളരുന്നതിനെല്ലാം ലൈഫ് ഫോഴ്സ് വേണം. ഒരു കുട്ടി ജനിച്ച ഉടനെ കരയണം എന്നുണ്ടെങ്കിൽ അതിൽ ലൈഫ് ഫോഴ്സ് വേണം. അല്ലെങ്കിൽ നല്ല ശരീരമായിരിക്കും, ഇവിടെ കരയില്ല. കുട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കരയും. കുട്ടി കരഞ്ഞാൽ എല്ലാവരും ചിരിക്കും. അപ്പോൾ ഈ ലൈഫ് ഫോഴ്സ്, നമുക്ക് എല്ലാം നൽകുന്ന ഈ ലൈഫ് ഫോഴ്സ് ഇവിടെ ഉപയോഗിക്കാൻ പ്രപഞ്ചം തരുന്ന എല്ലാ വിഭവങ്ങളും, അതിന് നമ്മൾ കൃതജ്ഞത വേണം. അപ്പോൾ നമ്മളെങ്ങനെയാണ് കൃതജ്ഞത നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യുക? അത്രത്തോളം നമ്മൾ ഉയർന്നു എന്ന് മനസ്സിലാക്കുക. എത്രത്തോളം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നു അത്രത്തോളം ഞാൻ ഉയർന്നു. അത് ഞാൻ റെക്കഗ്നൈസ് ചെയ്തു. തിരിച്ചറിവ്, ഇതിനാണ് സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. കൃതജ്ഞത, എല്ലാം നൽകപ്പെട്ടു എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ഇവിടെ ജീവിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? നമ്മളും അതേപോലെയാവും. നമുക്ക് എങ്ങനെയാണ് ചോദിക്കാതെ എല്ലാം തന്നിട്ടുള്ളത്, അതുപോലെ നമ്മൾ ചോദിക്കാതെ നൽകിക്കൊണ്ടിരിക്കും. നമ്മളൊരു മീഡിയമായിട്ട് മാറുന്നു. പക്ഷെ മനുഷ്യൻ എങ്ങനത്തെ മീഡിയമാണോ? ഈ തിരിച്ചറിവോട് കൂടിയിട്ട് എല്ലാം ലഭിച്ചു എന്നുള്ള തിരിച്ചറിവ്, ശരിക്കും എനിക്കൊന്നും ആവശ്യമില്ല, എല്ലാം ലഭിച്ചു എന്ന് തിരിച്ചറിവോട് കൂടിയിട്ട്, പൂർണ്ണമായിട്ട് അറിവോട് കൂടിയിട്ടുള്ളൊരു മീഡിയം, സ്നേഹം എന്ന മീഡിയം. സ്നേഹത്തിന് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അങ്ങനെയാകുമ്പോൾ ആ ഫ്ലോ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ നൽകുമ്പോൾ, എന്നിൽ നിന്നും അത് പോകുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്ത് നൽകുന്നു. എനിക്ക് ലഭിച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് നൽകുന്നു. ഇപ്പോൾ നമുക്കൊരു വീടുണ്ടാക്കി തരികയാണെന്ന് ആലോചിച്ചു കാര്യങ്ങൾ.
നമ്മളെ വീട് കൂടുതൽ ഭംഗിയാക്കുമ്പോൾ തന്നാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ചാരിജി മഹാരാജ് ഒരച്ഛൻ്റെയും 3 കുട്ടികളുടെയും കഥ പറയണ്ടായിരുന്നു. അച്ഛൻ കുറച്ചു കാലം നാട്ടിൽ നിന്ന് പോവുകയാണ്. 3 കുട്ടികൾക്കും 10 ടാലൻസ് കൊടുത്തു എന്നാണ് കഥ. കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ മകനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അച്ഛാ, കേടുവരുത്തിയിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഗുഡ്. രണ്ടാമത്തെ മകൻ പറഞ്ഞു ഞാനത് ബാങ്കിലിട്ടു, അത് പ്രോഫിറ്റായി, 10 ഇരട്ടിയായി, വെരി ഗുഡ്. മൂന്നാമത്തെ മകനോട് ചോദിച്ചാൽ മൂന്നാമത്തെ പറഞ്ഞു എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല, എൻ്റെ കൂടെ വരും. ആ വില്ലേജ് മുഴുവൻ, ഗ്രാമം മുഴുവൻ വളർന്നിരിക്കുന്നു. അവിടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, റോഡുകൾ, കിണറുകൾ, അവിടെ ആൾക്കാരെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ അത് 10 മടങ്ങ് 1000 മടങ്ങ് നൽകിയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇതാണ് ശരിക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മളിലൂടെ പോകുമ്പോൾ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് വാക്കുകൾ എന്ന് പറയുന്നത്. വാക്കുകൾ ശരിക്കും അസ്ത്രം പോലെയാണ്. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. ആ വാക്കുകൾ അത്രയും ആകർഷിക്കുന്ന രീതിയിലാവും. ശരിക്കും നമ്മൾ ഈ ലോകത്തിലേക്ക് തൊടുത്തുവിടുന്ന ആദ്യത്തേതാണ് വാക്ക്. ചിന്ത നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് വിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ആരും അറിയുന്നില്ല, എന്താണ് ചിന്തിക്കുന്നത് ആരും കണ്ടെത്താൻ പറ്റില്ല. ഞാനൊരു വാക്കുകൾ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നല്ല വാക്കാണെങ്കിൽ എല്ലാവരെയും അത് എഫക്റ്റ് ചെയ്യുന്നു, ഹൃദയങ്ങളെ എഫക്റ്റ് ചെയ്യുന്നു. ലാലാജി മഹാരാജ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ വാക്കായിരിക്കണം. എല്ലാവർക്കും സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, അവരെ സത്യത്തിലേക്ക് നയിക്കുന്ന, സ്നേഹത്തിലേക്ക് നയിക്കുന്ന, ഈശ്വരനിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യത്തെ എന്ന് പറഞ്ഞു. വാക്കിൻ്റെ തപസ്, ആരെയും വേദനിപ്പിക്കാതെ, ആരിലും ഉദ്വേഗം ജനിപ്പിക്കാതെ, അവർക്ക് തോന്നണം ഇതുപോലെ ആവണം എനിക്ക്. ഗംഗ പ്യൂറായിട്ട് ഒഴുകി വന്ന് ആ ഗംഗാജലം എവിടെ നിന്നും ലഭിക്കുകയാണെങ്കിലും കടലെത്തുന്നവരെ ഗംഗാജലം തന്നെ കിട്ടുകയാണ്, പ്യൂറായിട്ട് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ ആയിരിക്കണം നമ്മുടെ വാക്കുകൾ. അപ്പോൾ നമ്മുടെ വാക്കുകൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് എല്ലാവരിലും സ്നേഹം ഡെവലപ്പ് ചെയ്യണം, സ്നേഹത്തിലേക്ക് അടുപ്പിക്കണം, ഈശ്വരനിലേക്ക് അടുപ്പിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം, കൃതജ്ഞത എക്സ്പ്രസ് ചെയ്യണം. കാരണം ഒരു ഉത്തമനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായി വാക്കുകളിലൂടെ നമുക്ക് ഹൃദയങ്ങളെ കീഴടക്കാം എന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള വാക്കുകൾ എന്താണോ ഉള്ളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് അതേപോലെ തന്നെ സ്നേഹമായിട്ട് നൽകുമ്പോൾ ആകർഷിക്കും വേണം, ബ്യൂട്ടിഫൈ ചെയ്തിട്ട് നൽകണം, ഒരിക്കലും വേദനിപ്പിക്കരുത്. നമ്മൾ ഡിവൈനായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ തന്നെയാണ് എന്നുള്ള ബോധത്തിൽ ഞാൻ അവിടുത്തെ സന്തതിയാണ്. നമ്മളൊരിക്കലും ഡിസ്കസ് ചെയ്യും. നമ്മളൊരു ഫാമിലി മെമ്പർ ആണെങ്കിൽ ഫാമിലിക്ക് മോശം വരുന്ന രീതിയിലൊന്നും ചെയ്യില്ല. എൻ്റെ അച്ഛനമ്മയ്ക്ക് മോശം വരുന്ന രീതിയിൽ ഞാൻ ചെയ്യില്ല. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വരുന്ന രീതിയിലേ പ്രവർത്തിക്കുള്ളൂ. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾ വളരെ മോശപ്പെട്ട ബിഹേവിയറിന് സ്ഥാപനത്തിൽ തന്നെ ചീത്തപ്പേര്. അപ്പോൾ അതാണ് വാക്കുകളുടെ, ഇങ്ങനെ ഒരാളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എന്തായിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, വാക്കുകൾ പറയുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഡിവൈൻ സാമ്രാജ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി വാക്കുകൾ ഉച്ചരിക്കണം. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈശ്വരവിശ്വാസം എന്നുള്ള കാര്യം തന്നെ ആവശ്യം വരില്ല. ഈശ്വരവിശ്വാസം വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. പക്ഷേ സ്നേഹത്തിൽ നിൽക്കുന്നതുകൊണ്ട്, സ്നേഹം മാത്രം നൽകിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഈശ്വരൻ തന്നെ നിൽക്കുന്നു, ഈശ്വരൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നു. നമ്മൾ ഈശ്വരനെ ഹൃദയത്തിൽ കാണുക എന്നാണ് മനസ്സിലാക്കുക. ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് ഈശ്വര സർവ്വഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാ ഹൃദയങ്ങളിലും ജീവിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഈശ്വരൻ്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഡിവൈനായിട്ട് മാറുന്നു. അതാണ് വാക്കുകളുടെ അത്ഭുതം. ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള എലിവേഷന്, മനസ്സിൻ്റെ പ്രോഗ്രസ്സിന്, മനസ്സിന് എത്ര ശാന്തവും നല്ല വാക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സും ശാന്തമാവും. കാരണം നമ്മളിലൂടെ ഒഴുകിയ പ്യൂരിറ്റി ഞാനത് ചെയ്തല്ലോ, അവർക്കൊരു സമാധാനമായി. വിഷമിച്ചു വന്ന ഒരാൾക്ക് പെട്ടെന്ന് സാന്ത്വനം ജപിച്ച് നമുക്കത് ഉള്ളിലൊരു ഭയങ്കര വലിയൊരു ആനന്ദം ഉണ്ടാക്കുന്നു. ഈ തരത്തിലുള്ള വാക്കുകൾ നമ്മളിലൂടെ പ്രവഹിക്കുകയാണെങ്കിൽ നമ്മൾ എറ്റേണൽ ഗ്രാറ്റിറ്റ്യൂഡിലാണ്, നമ്മൾ ഡിവൈൻ
സാമ്രാജ്യത്തിൽ തന്നെയാണ്, ഒരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഡിസ്കഷൻ വരെ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.